സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ് എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 13. സിറ്റൗട്ടിൽ പോലീസുകാരുടെ സംഘം. വിൻസെൻ്റ് അടുക്കള ഭാഗത്തുകൂടി പിൻവാതിലിന് നേർക്കോടി. അവിടെ ഔസേപ്പച്ചൻ്റെ ഗുണ്ടാസംഘം കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് വാ. ജനാലയിലൂടെ നോക്കിയിട്ട് ഒരാൾ വിളിച്ചു കൂവി. വിൻസെൻ്റ് തിരിഞ്ഞോടി. മുകളിലത്തെ നിലയിലൂടെയും ബാൽക്കണിയിലൂടെയും രക്ഷപ്പെടാൻ ഒരു പഴുതു തേടി അവൻ പാഞ്ഞു നടന്നു. വീണ്ടും കോണിപ്പടി ചാടി ഇറങ്ങി താഴെയെത്തി. അപ്പോഴേക്കും മുൻവാതിൽ തകർത്ത് പോലീസ് സംഘം അകത്ത് കടന്നു കഴിഞ്ഞിരുന്നു. വിൻസെൻ്റ്, നീ ഓടരുത്, ഓടിയാൽ നീ രക്ഷപ്പെടില്ല. വീടിന് ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുകയാണ്. സർവീസ് റിവോൾവർ അവൻ്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് SI ശശിശങ്കർ വിളിച്ചു പറഞ്ഞു. വിൻസെൻ്റ് കോണിപ്പടിക്കരികിൽ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. അനങ്ങരുത്, അനങ്ങിയാൽ പട്ടിയെപ്പോലെ നിന്നെ ഞാനിവിടെ വെടിവെച്ചിടും. തോക്ക് ചൂണ്ടിക്കൊണ്ട് ശശിശങ്കർ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. അതിനിടയ്ക്ക് പിൻവാതിൽ തകർത്ത് ഗുണ്ടാസംഘവും വീട്ടിനുള്ളിലേക്ക് കടന്നു. പോലീസ് സംഘവും ഗുണ്ടകളും ഹാളിൻ്റെ എല്ലാ ഭാഗത്തുകൂടിയും അവനെ വളഞ്ഞു. ബെഡ്റൂമിൻ്റെ വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്നു വിജി. ഡോർ കർട്ടനിടയിലൂടെ അവൾക്ക് ഹാളിൽ നടക്കുന്നതെല്ലാം കാണാമായിരുന്നു. വിൻസെൻ്റ് കുടുങ്ങിക്കഴിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ വിജി തരിച്ചു നിന്നു. പോലീസ് വിൻസെൻറ്റിനെ വളയുകയാണ്. വിൻസെൻ്റ് നിന്ന നിൽപ്പിൽ നാലുപാടും നോക്കി. ഓടി രക്ഷപ്പെടാൻ പഴുതൊന്നുമില്ലെന്ന് അവന് ബോധ്യപ്പെട്ടു. നിന്നിടത്തു നിന്ന് അനങ്ങരുത് നീ. SI ശശിശങ്കർ തോക്ക് ചൂണ്ടിക്കൊണ്ട് മുന്നറിയിപ്പ് നൽകി. അനങ്ങിയാൽ ഞാൻ വെടിവെക്കും. അയാൾ പറയാതെ തന്നെ വിൻസെൻ്റ് കൈ രണ്ടും മുകളിലേക്ക് ഉയർത്തി കീഴടങ്ങുന്നതിൻ്റെ അടയാളം കാട്ടി. ഒപ്പം തന്നെ അവൻ പിന്നോക്കം നീങ്ങിക്കൊണ്ടിരുന്നു. പിൻവാതിൽ തകർത്ത് കയറി വന്നവർ ഹാളിൽ എത്തിയിരുന്നു. ഔസേപ്പച്ചൻ്റെ ഗുണ്ടകളായിരുന്നു അവർ. പിൻവാതിലൂടെ തന്നെ ഔസേപ്പച്ചന് ഹാളിലെത്തി. ഒരവസരം കിട്ടിയാൽ ഏതു മാർഗത്തിലൂടെ രക്ഷപ്പെടണമെന്ന് കണക്ക് കൂട്ടുകയായിരുന്നു വിൻസെൻ്റ്. മുൻവാതിൽക്കൽ 4-5 പോലീസുകാർ കാവൽ നിൽപ്പുണ്ട്. വെളിയിലും പോലീസ് ഉണ്ടാവും. തൻ്റെ കയ്യിൽ വിലങ്ങ് വെക്കും മുമ്പ് ഒന്ന് പൊരുതി നോക്കണം. പക്ഷേ നിറതോക്കിന് മുമ്പിലാണ് താൻ. അനങ്ങാൻ വയ്യ. തന്നെ ഇവിടെ വെടിവെച്ചിട്ടാലും പോലീസിനെ ന്യായം പറഞ്ഞു നിൽക്കാം. പ്രതി തിരിച്ചാക്രമിച്ചപ്പോൾ വെടിവെക്കുകയല്ലാതെ മാർഗമൊന്നുമില്ലായിരുന്നുവെന്ന്. വെടിവെക്കരുത്, ഞാൻ കീഴടങ്ങിക്കൊള്ളാം, വിൻസെൻ്റ് ശശിശങ്കറിനോട് വിളിച്ചു പറഞ്ഞു. അത് പറയുന്നതിനിടയിലും അവൻ 2 ചുവട് പിന്നോട്ട് വെച്ചു. ഔസേപ്പച്ചൻ നേരെ ശശിശങ്കറിനടുത്തേക്ക് വന്നു. വിൻസെൻറ്റും ഔസേപ്പച്ചനും പരസ്പരം നോക്കി. ക്രൗരവും പരിഹാസവും അവജ്ഞയും കലർന്ന ഒരു ചിരി ഔസേപ്പച്ചൻ്റെ മുഖത്തു പരന്നു. തട്ടിക്കളഞ്ഞേക്കടോ അവനെ, ബാക്കി കാര്യം ഞാൻ ഏറ്റു, ഔസേപ്പച്ചൻ ശശിശങ്കറിനോട് പറഞ്ഞു. മനുഷ്യനെ കൊല്ലുന്നത് പോലീസിൻ്റെ ജോലിയല്ല, ശശിശങ്കർ പറഞ്ഞു. നീയാണടാ യഥാർത്ഥ സ്നേഹിതൻ, വിൻസെൻ്റ് ഔസേപ്പച്ചൻ്റെ നേർക്ക് നോക്കി പകയോടെ പറഞ്ഞു. പെട്ടെന്ന് ഔസേപ്പച്ചൻ വിൻസെൻറ്റിൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടി. ഔസേപ്പച്ച, തോക്ക് താഴ്ത്ത്, ശശിശങ്കർ ആജ്ഞാപിച്ചു. എല്ലാം കണ്ടു നിന്ന വിജി പെട്ടെന്ന് ഡോർ കർട്ടന് പിറകിൽ നിന്ന് മുറിയിലേക്ക് നീങ്ങി. എവിടെയോ വായിച്ചു മറന്ന ഒരാശയം അവളുടെ മനസ്സിൽ കിടന്ന് തിളങ്ങി. ഡ്രോമേശ വലിച്ചു തുറന്ന് അവൾ വേഗം ഒരു 50 പൈസ നാണയം എടുത്തു. ടേബിൾ ലാമ്പിൻ്റെ ബൾബ് ഊരിയ ശേഷം ഹോൾഡറിനുള്ളിലേക്ക് 50 പൈസ തിരുകി. ശശിശങ്കറിൻ്റെ കൈ തട്ടിമാറ്റി ഔസേപ്പച്ചൻ മുമ്പോട്ട് നീങ്ങി. ഈ കൊലപാതകത്തിന് ഞാൻ ഉത്തരം പറഞ്ഞോളാം ഇൻസ്പെക്ടർ സാറേ, അയാളെ പിടിച്ചു മാറ്റ്, ശശിശങ്കർ പോലീസുകാരോട് പറഞ്ഞു. വിജി ബൾബ് എടുത്ത് ഹോൾഡറിനുള്ളിലേക്ക് തിരുകി അമർത്തി പിടിച്ചു. വലത് കൈകൊണ്ട് മേശവിളക്കിൻ്റെ സ്വിച്ച് ഇട്ടു. ഒരു ചെറിയ മിന്നൽ. പൊടുന്നനെ ലൈറ്റുകളെല്ലാം അണഞ്ഞു. കരിമ്പുക പോലെ വ്യാപിച്ച ഇരുട്ടിൽ ഔസേപ്പച്ചൻ്റെ തോക്കിൽ നിന്ന് 2-3 മിന്നലുണ്ടായി. വെടിവീഴ്ചയിൽ ആ വീട് പ്രകമ്പനം കൊണ്ടു. ശശിശങ്കർ സ്തബ്ധനായി പോയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായില്ല. ഹാളിൽ ഇരുട്ടായ നിമിഷം തന്നെ വിൻസെൻ്റ് നിലംപറ്റെ അമർന്നു കഴിഞ്ഞിരുന്നു. ഹാളിൻ്റെ രൂപരേഖ മനക്കണ്ണിൽ കാണാൻ 1 സെക്കൻഡ്. മുൻവാതിലിനപ്പുറത്ത് അന്തരീക്ഷത്തിൻ്റെ നേരിയ വെട്ടമുണ്ട്. അവനെ വിടരുത്, വാതിൽ അടഞ്ഞു നിന്നു, ശശിശങ്കർ തൻ്റെ സഹപ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു. ടോർച്ച്, ഔസേപ്പച്ചൻ അലറി. വേഗം കൊണ്ടുവാ. പോലീസുകാർ നിമിഷങ്ങൾക്കുള്ളിൽ മുറിവാതിലിൽ ഒരു മനുഷ്യഭിത്തി തീർത്തു. ഹാളിലൂടെ ആരൊക്കെയോ ഓടുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. കസേരകളും ഫ്ലവർ വേസുകളും തട്ടിമറിഞ്ഞു വീണു. ചില്ലുടയുന്ന ശബ്ദം. ഔസേപ്പച്ച, ജനറേറ്റർ ഇല്ലേ ഇവിടെ? ശശിശങ്കർ വിളിച്ചു ചോദിച്ചു. ഔസേപ്പച്ചൻ പോക്കറ്റിൽ കിടന്ന സിഗരറ്റ് ലൈറ്റർ എടുത്ത് തെളിച്ചു. ഹാളിൽ ഒരരണ്ട പ്രകാശം. പെട്ടെന്ന് ബുദ്ധി ഉദിച്ചവരാരോ കയ്യിലിരുന്ന തീപ്പെട്ടി എടുത്ത് കൊള്ളി ഉരച്ച് കത്തിച്ചു. ഡൈനിങ് ടേബിളിന് നേർക്ക് ഒരു നിഴൽ പാഞ്ഞു പോകുന്നത് ആ മങ്ങിയ വെട്ടത്തിൽ ശശിശങ്കർ കണ്ടു. വിടരുതവനെ, ശശിശങ്കർ ഗർജിച്ചു. അയാൾ തോക്കു ചൂണ്ടി ഡൈനിങ് ഹാളിന് നേർക്ക് തുടരെ നിറയൊഴിച്ചു. കണ്ണാടി അലമാരിയുടെ ചില്ലുകൾ തകർന്നു വീഴുന്ന ഒച്ച കേൾക്കാമായിരുന്നു. ഇരുട്ടിലൂടെ ഓള് ഇട്ട് കിച്ചണിൽ എത്തിയ വിൻസെൻ്റ് നിവർന്നു നിന്നു.
ചവിട്ടി തകർത്ത പിൻവാതിലിൻ്റെ പുറത്തെ മങ്ങിയ നാട്ടുവെട്ടം അവൻ്റെ കണ്ണിൽപ്പെട്ടു. താൻ നിൽക്കുന്നിടത്തേക്ക് ആരൊക്കെയോ ഓടി വരുന്ന ശബ്ദം. അവനൊരു കാട്ടുമുയലിനെ പോലെ കുതിച്ചു പാഞ്ഞു. വിജി ഇരുട്ടിൽ നിന്നുകൊണ്ട് തന്നെ ബൾബ് തിരിച്ചെടുത്തു. ഹോൾഡറിനുള്ളിലെ 50 പൈസ നാണയം മാറ്റി അത് മേശവലിപ്പിലിട്ട് അടച്ചു. ഹോൾഡറിൽ ബൾബ് യഥാവിധി തിരികെ വെച്ചു. സ്വിച്ച് ഓഫ് ചെയ്തു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ തപ്പിത്തടഞ്ഞ് ബെഡ്റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്നു. ഹാളിനുള്ളിലെ ബഹളം ഇനിയും ശമിച്ചിരുന്നില്ല. ആളുകൾ അങ്ങിങ്ങ് ഓടുന്ന കാലച്ചിയും ഉച്ചത്തിൽ എന്തൊക്കെയോ ശാപവാക്കുകളും തെറിപ്പദങ്ങളും വിളിച്ചു പറയുന്ന ശബ്ദവും ഇടതടവില്ലാതെ കേട്ടു. സിഗരറ്റ് ലൈറ്റുകളും തീപ്പെട്ടിക്കൊള്ളുകളും ഇരുട്ടിൽ മിന്നി അണയുന്നുണ്ട്. വിൻസെൻ്റ് രക്ഷപ്പെട്ടു കഴിഞ്ഞുവെന്ന് അവൾ ഊഹിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒച്ച അവൾ കേട്ടു. ആ ലൈറ്ററിങ് കൊണ്ടുപോവാ ഔസേപ്പച്ചൻ്റെ സ്വരം. ആരോ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് വെട്ടം കാണിച്ചു കൊടുത്തു. പവർ കട്ടല്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അല്ലെങ്കിൽ ആ കൃത്യനേരത്ത് ശശിശങ്കർ പറഞ്ഞു. ഫ്യൂസ് പോയതാണോന്ന് നോക്കടോ. അവൻ രക്ഷപ്പെട്ടോ? ആ വേവലാതിയോടെ ഔസേപ്പച്ചൻ തിരക്കി. ഇതിനിടയിൽ ഒരു പോലീസുകാരൻ പെൻടോർച്ചുമായി വന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഔസേപ്പച്ചൻ ELCB നോക്കി. ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഓഫ് സ്വിച്ചായി കിടക്കുന്നത് കണ്ടു. ഫ്യൂസ് പോയതൊന്നുമല്ല, എവിടെയോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കറണ്ട് ഡ്രിപ്പായി പോയതാ, ഔസേപ്പച്ചൻ പറഞ്ഞു. ചെറിയ ലിവർ തട്ടിയപ്പോൾ വീട്ടിലെമ്പാടും വെളിച്ചം പരന്നു. ഉടൻ തന്നെ ഔസേപ്പച്ചന് ശശിശങ്കറും വാതിലുകളുടെ നേർ കൂടി. കടന്നു കളഞ്ഞോ അവൻ? മുൻവാതിൽ കാവൽ നിന്നവരോട് ശശിശങ്കർ ചോദിച്ചു. ഇതിലേ കടന്നു പോയിട്ടില്ല, ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. പിറകിലെ വാതിലൂടെ ആരോ ഓടുന്ന കണ്ടു, ഔസേപ്പച്ചൻ്റെ അംഗരക്ഷകരിൽ ഒരാൾ പറഞ്ഞു. 4-5 പേര് അങ്ങോട്ട് ഓടിയിട്ടുമുണ്ട്. ഔസേപ്പച്ചനും ഏതാനും പോലീസുകാരും ചേർന്ന് വീട്ടിനുള്ളിൽ ഒരു തെരച്ചിൽ നടത്തി. വിൻസെൻ്റ് എവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടോ എന്നറിയാൻ. പിന്നെ വീടിൻ്റെ പരിസരത്തും തെരഞ്ഞു നടന്നു. വിൻസെൻ്റ് ഓടുന്നത് കണ്ട് പിന്തുടർന്നു പോയവർ തിരിച്ചെത്തി. വീടിനുള്ളിൽ വെളിയിലോട്ട് കടന്ന ശേഷം അവൻ്റെ പൊടി പോലും കാണാനില്ല. ഒരാൾ അറിയാം. ഔസേപ്പച്ചൻ ക്രുദ്ധനായി ശശിശങ്കറെ നോക്കി. ചുട്ടുകളഞ്ഞേക്കാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളോട്. അവനെ ജീവനോടെ പിടിച്ചാലും കൊന്നു പിടിച്ചാലും വീരശൃംഖലയും പ്രൊമോഷനും ഉറപ്പല്ലായിരുന്നോ? എന്നിട്ടപ്പോൾ അവൻ എവിടെ? വരാല് വഴുതി പോകുന്നത് പോലെ പോയില്ലേ? എനിക്കിപ്പോൾ സംശയം, നിങ്ങൾ പോലീസുകാർ അവനെ രക്ഷിക്കാൻ നടക്കുവാണോ അതെയോ ശിക്ഷിക്കാൻ നടക്കുവാണോ എന്നാ. ശശിശങ്കർ കൈ പൊടിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ കൃത്യസമയത്ത് എങ്ങനെയാണോ കറണ്ട് കട്ടായത്? ആരെങ്കിലും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതാണോ? മെയിൻ സ്വിച്ച് ഹാളിലല്ലേ, അത് ഓഫ് ചെയ്യാൻ അങ്ങോട്ടാരും വന്നില്ലല്ലോ. തന്നെത്താൻ ട്രിപ്പായി പോയതാ. എന്നാലും ആ കൃത്യനേരത്ത് സംശയം കലർന്ന ഒരു നോട്ടത്തോടെ ശശിശങ്കർ നെറ്റി ചുളിച്ചു. ഔസേപ്പച്ചൻ്റെ കണ്ണിൽ സംശയം മിന്നി. അയാൾ നേരെ കിടപ്പറയിലേക്ക് നീങ്ങി. ശശിശങ്കർ ഫോണിരിക്കുന്നിടത്ത് ചെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. മെസ്സേജ് കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. മുളങ്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാ സ്റ്റേഷനുകളിലേക്കും അടിയന്തര സന്ദേശങ്ങൾ പാഞ്ഞു. SP ഓഫീസിൽ സന്ദേശമെത്തി. SP ഓഫീസിൽ നിന്ന് മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഉടൻ തന്നെ ജാഗ്രതാ സന്ദേശം പറന്നു. മുളങ്കര ദേശത്തു നിന്നും പുറത്തേക്കുള്ള റോഡുകളെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ അടഞ്ഞു. ഔസേപ്പച്ചൻ മുറിയിലെത്തുമ്പോൾ വിജി മേശമേൽ ചാരി നിൽക്കുകയായിരുന്നു. ഔസേപ്പച്ചൻ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി നിന്നു. പിന്നെ എന്തോ രഹസ്യം കണ്ടുപിടിക്കാൻ എന്ന പോലെ മുറിയിൽ അവിടെ നോക്കിക്കൊണ്ട് ചുറ്റി തിരിഞ്ഞു. എന്താണ് കണ്ടുപിടിക്കാൻ കഴിയുക എന്നത് അയാൾക്കൊരു നിശ്ചയവുമില്ലായിരുന്നു. എങ്ങനെയാണ്ടി കറണ്ട് പോയത്? വിജിയുടെ മുന്നിൽ വന്നു നിന്ന് ശാന്തഭാവത്തിൽ അയാൾ ചോദിച്ചു. എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? ചീറിക്കൊണ്ടായിരുന്നു അടുത്ത ചോദ്യം. ഒപ്പം മുഖമടിച്ച ഒറ്റ അടിയും. മേശമേൽ ചാരി നിന്നതിനാൽ വിജി വീണില്ല. തല മരവിച്ചതുപോലെ തോന്നി. കണ്ണിൽ വെളിച്ചമണഞ്ഞു. നിമിഷങ്ങളോളം അവൾ കണ്ണടച്ചു നിന്നു. അവളുടെ മൂക്കിൽ നിന്നും ഒരു ചോരച്ചാൽ ഒഴുകി വന്ന് ചുണ്ടിൽ വീണു. അവൻ ആരാ വാതിൽ തുറന്നു കൊടുത്തത്? ദൂരെ നിന്ന് ഒരു തെരുവ് നായ കുരയ്ക്കുന്നത് പോലെ ഔസേപ്പച്ചൻ്റെ സ്വരം അവൾ കേട്ടു. എനിക്കറിയില്ല. അവൻ എന്തിനാ വന്നത്? എനിക്കറിയില്ല. ഔസേപ്പച്ചൻ ഹിംസ്ര മൃഗത്തെ പോലെ മുന്നോട്ട് ചാടി ഇടത് കൈ കൊണ്ട് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. വലം കൈ അവളുടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. വിജിയുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു. ആരോ നടന്നു വരുന്ന കാലച്ച കേട്ട് പെട്ടെന്ന് ഔസേപ്പച്ചൻ പിടിവിട്ടു. ശശിശങ്കർ ആയിരുന്നു അത്. എനിക്ക് അകത്തോട്ട് വരാമല്ലോ അല്ലേ? ഭംഗിവാക്ക് പറഞ്ഞിട്ട് ബെഡ്റൂമിൽ കയറി. പോലീസ് സ്റ്റേഷനിലെല്ലാം അലേർട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. SP ഓഫീസിലും വിളിച്ചു പറഞ്ഞു. ജില്ലയിലെ സകല റോഡിലും പോലീസ് വണ്ടികളും പാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവൻ എവിടെ ഒളിച്ചാലും നേരം പുലരുന്നതിന് മുമ്പ് പോലീസ് അവനെ പൊക്കിയിരിക്കും. ശശിശങ്കർ ഇപ്പോഴാണ് വിജിയെ ശ്രദ്ധിച്ചത്. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയ പോലെ ശ്വാസം കിട്ടാതെ കിതക്കുകയാണവൾ. അവളുടെ മൂക്കിലും ചുണ്ടിലും ചോര, കവിളത്ത് വിരൽപ്പാടുകൾ. വെറുതെ തല്ലി ചതച്ചിട്ട് എന്താ കാര്യം? ശാസനാസ്വരത്തിൽ ശശിശങ്കർ പറഞ്ഞു. വിവരങ്ങൾ വേണ്ട പോലെ ചോദിച്ചറിയുക വേണ്ടത്. സാറ് ചോദിച്ചു നോക്കണം. കഴിവറുടെ മോളുടെ വായിന്ന് വല്ലതും വീഴുമെന്നറിയാമല്ലോ.
ഔസേപ്പച്ചൻ മാറി നിന്നു. ശശിശങ്കർ വളരെ നയത്തിൽ അവളെ ചോദ്യം ചെയ്തു. എനിക്കൊന്നും അറിയില്ല സാർ. സഹി കെട്ടപ്പോൾ വിജി പറഞ്ഞു. എവിടെന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ അറിയില്ല. വാതിലിൽ മുട്ടുന്നത് കേട്ട് ഔസേപ്പച്ചനാണെന്ന് കരുതി വാതിൽ തുറന്ന് നോക്കുമ്പോൾ വിൻസെൻ്റാ മുമ്പിൽ. അവൻ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലേ? പള്ളിത്താഴത്ത് സെബാസ്റ്റ്യനെ കൊന്നത് ഔസേപ്പച്ചൻ അല്ലേന്ന് എന്നോട് ചോദിച്ചു. റോസ്മേരിയെ കൊന്നതും ജൂലിയെ കൊന്നതും ഔസേപ്പച്ചൻ അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന്. ഉപദ്രവിക്കാതെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഗൗൺ വലിച്ചു കീറി. ദാ ഇത് കണ്ടോ? വിജി കീറിയ ഗൗൺ അല്പം വിടർത്തി ശശിശങ്കറെ കാണിച്ചു. കീറലിനിടയിലൂടെ കാണാവുന്ന അർത്ഥനഗ്നതയിലേക്കാണ് ശശിശങ്കറിൻ്റെ കണ്ണുപെട്ടത്. അപ്പോഴേക്കും നിങ്ങളെത്തി. ഉടനെ വിൻസെൻ്റ് ഈ മുറി വിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. വിജിയിൽ നിന്ന് കൂടുതലൊന്നും കിട്ടാനില്ലെന്ന് ശശിശങ്കറിന് മനസ്സിലായി. ഡെസ്കിൽ സഹപ്രവർത്തകർ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. ക്യാൻറ്റീനിൽ നിന്ന് സപ്ലയർ രാധാകൃഷ്ണൻ പതിവ് പോലെ വിതരണം ചെയ്ത പരിപ്പുവട ഇടതു കൈയിലും കട്ടൻ കാപ്പി വലതു കൈയിലും പിടിച്ച് മേശപ്പുറത്ത് വിരിച്ചിട്ട പത്രത്തിലൂടെ കണ്ണൊടുക്കിയായിരുന്നു സീമ ജോൺസ്. രാവിലെ സാധാരണ പത്രം ഒന്ന് ഓടിച്ചു നോക്കിയേ ചെയ്യാറുള്ളൂ, താൻ ചെയ്യുന്ന പേജ് ഒഴികെ. മുൻ പേജിൽ വലിയ പ്രാധാന്യത്തോടെ 6 ബോക്സായി കൊടുത്തിരിക്കുന്ന വാർത്തയിലേക്ക് അവൾ വീണ്ടും കണ്ണു നട്ടു. ജയിൽ ചാടിയ കൊലപ്പുള്ളിയുടെ വധശ്രമം പാളി. ഇതാണ് ശീർഷകം. ഇടതു കൈയിലെ പരിപ്പുവട ഒന്ന് കടിച്ച് വലതു കൈയിലെ കട്ടൻ കാപ്പി ഒരു കവിൾ മൊത്തി ഒരിക്കൽ കൂടി സീമ ജോൺസ് ആ വാർത്ത വായിച്ചു. വധശിക്ഷ വിധിക്കപ്പെട്ട ശേഷം തടവു ചാടിയ കൊലപ്പുള്ളി ഔസേപ്പച്ചൻ എന്നാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി അയാളെയും ഭാര്യയെയും വധിക്കാൻ ശ്രമിച്ചു എന്നാണ് വാർത്ത. ഔസേപ്പച്ചൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമം നടന്നു അത്രേ. പോലീസിൻ്റെ തക്ക സമയത്ത് ഇടപെടൽ മൂലം പ്രതിക്ക് വധശ്രമം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. മുളങ്കരയിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് ജാഗ്രതയോടെ അന്വേഷണം തുടരുന്നു. ഇതാണ് വാർത്തയുടെ രത്നച്ചുരുക്കം. വായനയ്ക്കിടയിൽ സീമയുടെ വലതു കൈയിലിരുന്ന കട്ടൻ കാപ്പി ഇടതു കൈയിലിരുന്ന പരിപ്പുവടയും തീർന്നു. ന്യൂസ് പാഡിൽ നിന്ന് ഒരു താൾ കീറിയെടുത്ത് അതിൽ എണ്ണ പുരണ്ട കൈ തുടച്ച് ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് സീമ വാർത്തയോടൊപ്പം കൊടുത്തിരിക്കുന്ന ഫോട്ടോകൾ നോക്കി. വിൻസെൻ്റ് ജയിലിലായിരുന്നപ്പോഴത്തെ ഫോട്ടോ ഒരെണ്ണം. വിൻസെൻ്റ് വേഷപ്രച്ഛന്നനായി വന്നേക്കാൻ സാധ്യതയുള്ള ഫോട്ടോകൾ 2 എണ്ണം. അതിലൊന്ന് താടിയും മുടിയും നീട്ടി വളർത്തിയതും മറ്റൊന്ന് മീശ എടുത്തു കളഞ്ഞതും തല മൊട്ടയടിച്ചിട്ടുള്ളതും. സീമ ആലോചനയിലാണ്ടു. പണവും ഡ്രസ്സും ചോദിച്ച് തന്നെ സമീപിച്ച ആ രാത്രിക്ക് ശേഷം വിൻസെൻറ്റിനെ ഇതുവരെ കണ്ടിട്ടില്ല. അയാളെപ്പറ്റി ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല. വാർത്തയിൽ നിന്ന് സീമയ്ക്ക് ഒരു കാര്യം വ്യക്തമായി. വിൻസെൻ്റ് ഇതുവരെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയിട്ടില്ല. ഇയാളെന്താ പത്രവും കണ്ണിലിട്ട് ധ്യാനിച്ചിരിക്കുന്നോ? ചോദ്യം കേട്ട് സീമ മുഖമുയർത്തി. സബ് എഡിറ്റർ വിനോദാണ്. ഞാൻ ഈ ജയിൽ ചാടിയ കൊലപ്പുള്ളിയുടെ സ്റ്റോറി ഒന്നുകൂടി നോക്കുകയാണ്, പുഞ്ചിരിയോടെ സീമ പറഞ്ഞു. അതിപ്പോൾ വലിയ പ്രശ്നമായിരിക്കുകയാണെന്ന് കേട്ടു. അയാൾ ആ നാട്ടിൽ ചെന്ന് കിടന്ന് പോലീസിനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുകയാണത്രേ. കോട്ടയത്ത് ഇപ്പോൾ റെഡ് അലർട്ടാണ്. പോലീസ് ചിതൽപുറ്റ് പൊട്ടിച്ച് വിട്ട പോലെ പാഞ്ഞു നടക്കുന്നുണ്ട്. മറ്റേ കക്ഷി ഇരുട്ടത്തെ മൂളിപ്പാട്ടും പാടി അവിടെയെല്ലാം ചുറ്റി കളിക്കുന്നുമുണ്ട്. വിനോദ് വിശദീകരിച്ചു. പുതിയ സ്റ്റോറി വല്ലതും ഉണ്ടോ? ഇന്ന് നിയമസഭയിൽ ഈ പ്രശ്നം പൊങ്ങി വന്നെന്ന് കേട്ടു. ന്യൂസ് എഡിറ്ററുടെ ഡെസ്കിൽ നിറഞ്ഞതാ. ഹോം മിനിസ്റ്റർ DGPക്ക് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണത്രേ. ഈ വിൻസെൻ്റ് എവിടെയുണ്ടെങ്കിലും 24 മണിക്കൂറിനകം പിടികൂടണമെന്ന്. DGP എന്തു ചെയ്യും? കീഴെയുള്ളവരെ ഇട്ട് ചാടിക്കുകയല്ലാതെ. സംഭവം ഒന്ന് കൊഴുത്തിട്ടുണ്ട്. വെറും കൊലപ്പുള്ളി അല്ലല്ലോ പോലീസിനെ പറ്റിച്ച് നാടൊട്ടുക്ക് നടന്ന് വിലസുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനല്ലേ? പക്ഷെ അയാളൊരു നിരപരാധിയാണ് വിനോദ്. അത് തനിക്കെങ്ങനെ അറിയാം? ഞാൻ മുമ്പൊരിക്കലും അയാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ, സെൻട്രൽ ജയിലിലെ കണ്ടംഡ് സെല്ലിൽ പോയിട്ട്. ഓർക്കുന്നില്ലേ? വധശിക്ഷ കാത്തു കിടക്കുന്ന കൊലപ്പുള്ളികളെ പറ്റിയുള്ള ഫീച്ചർ. ഓ, അതാണ് തനിക്കിതിൽ ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ്. പക്ഷേ അയാൾ കുറ്റം നിഷേധിച്ചു എന്ന് വെച്ച് നിരപരാധിയാവുമോ? എല്ലാ കുറ്റവാളികളും ചെയ്യാറുള്ളത് പോലെ അയാളും. ഇതങ്ങനെയല്ല വിനോദ്. അയാൾ കുറ്റവാളിയല്ലെന്ന് എനിക്ക് തീർച്ചയുണ്ട്. വിശ്വസനീയമായ തെളിവും കിട്ടി. വിനോദ് അവളെ സൂക്ഷിച്ചു നോക്കി. എങ്കിൽ പിന്നെ അയാൾക്ക് ആ തെളിവുകൾ വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത തെളിവുകളാണ്. അതാണ് അയാളുടെ ഏറ്റവും വലിയ നിർഭാഗ്യം. സീമയുടെ ടേബിളിൽ ഇരുന്ന ടെലിഫോൺ ശബ്ദിച്ചു. സീമ കൈ നീട്ടുമ്പോഴേക്ക് വിനോദ് ഹാൻഡ്സെറ്റ് എടുത്തു കഴിഞ്ഞു. ഹലോ, ആ ഉണ്ടല്ലോ, കൊടുക്കാം, പ്ലീസ് ഹോൾഡ് ഓൺ. അയാൾ സീമയുടെ നേർക്ക് റിസീവർ നീട്ടി. സീമയ്ക്കാണ്. അവൾ അത് വാങ്ങി കാതോട് ചേർത്തു. ഹലോ ഹലോ, സീമ ജോൺസ് അല്ലേ? മറുവശത്ത് അത്ര വ്യക്തമാകാത്തൊരു പരുക്കൻ സ്വരം. യാ സീമ ഹിയർ. ഞാൻ വിൻസെൻ്റ്. ഒരു നടുക്കം സീമയുടെ മുഖത്ത് പിടഞ്ഞു മറിയുന്നത് വിനോദ് കണ്ടു. സീമ പെട്ടെന്ന് വിനോദിനെ നോക്കി. കോൺഫിഡൻഷ്യൽ കോളാണെന്ന് തോന്നുന്നു. സ്ട്രിക്ട്ലി സീമ പറഞ്ഞു. സ്ഥലം കാലിയാക്കി തന്നാൽ പോരെ? ഓക്കെ. വിനോദ് എഴുന്നേറ്റ് അയാളുടെ ക്യൂബിക്കിളിലേക്ക് പോയി. സീമ ഫോണിൽ വീണ്ടും ആ സ്വരം. ഹൃദയമിടിപ്പ് നിലച്ചതുപോലെയായിരുന്നു സീമയ്ക്ക്. എവിടുന്ന് വിളിക്കുന്നു?
ഇവിടെ തൃശ്ശൂരിൽ നിന്ന് തന്നെ. എങ്ങനെ എത്തി? എപ്പോൾ? എല്ലാം പറയാം. എനിക്ക് നേരിട്ടൊന്ന് കാണണം. സീമയ്ക്ക് അത് കേട്ട് നെഞ്ചിലൊരു കത്തിക്കാളൽ അനുഭവപ്പെട്ടു. സീമേ, ഞാനുണ്ട് ലൈനിൽ. എന്താ മറുപടിയില്ലാത്തേ? വിൻസെൻ്റ്, അത് ബുദ്ധിമുട്ടാണല്ലോ. ഒന്നാമത് ഞാനൊരു പെണ്ണ്. എനിക്ക് കണ്ടേ പറ്റൂ. കുറേ അധികം സംസാരിക്കാനുണ്ട്. വിൻസെൻ്റ്, പ്ലീസ്. നീയും എന്നെ കൈവിടുകയാണോ? ഹൃദയവിലാപം പോലെ അയാളുടെ സ്വരം വീണ്ടും അവൾ കേട്ടു. എനിക്കിപ്പോൾ ദൈവത്തേക്കാൾ വലുതാണ് നീ. സീമ വീർപ്പടക്കി. സീമേ, നീ അല്ലാതെ വേറെ ആരുമില്ല എനിക്കൊരു സഹായത്തിന്. ഞാൻ എന്താ ചെയ്യണ്ടേ? വെസ്റ്റ് പാലസ് റോഡിൽ വരുമോ? നമ്മൾ മുമ്പ് കണ്ട അതേ സ്ഥലത്ത്? എന്നിട്ട് സീമയുടെ സ്വരം വിറച്ചു. നമുക്ക് ഏതെങ്കിലും കഫേയിലോ ഫാമിലി റെസ്റ്റോറൻറ്റിലോ പോയി ഇരുന്ന് സംസാരിക്കാം. കൈനറ്റിക്ക് എടുക്കണ്ട. അല്ലാതെങ്ങനെയാ? എനിക്കൊരു ബൈക്കുണ്ട്. ജീസസ്, ഹെൽമെറ്റും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആരും തിരിച്ചറിയില്ല. വെസ്റ്റ് പാലസ് റോഡിൽ കാത്തു നിൽക്കുക. രാത്രി 8:30 മണിക്ക്. ഞാൻ ബൈക്ക് അരികെ കൊണ്ടുവന്ന് നിർത്തും. സീമ അതിൽ കയറണം. നോ, അത് പറ്റില്ല. എൻ്റെ ഇച്ചായനെ അറിയുന്ന ഒരുപാട് പേരുണ്ട് ഈ നഗരത്തിൽ. പിന്നെ എന്ത് ചെയ്യും? നോക്ക്, ഞാൻ ഇന്നലെയും ഒന്നും ആഹാരം കഴിച്ചിട്ടില്ല. എനിക്കൊരു ഹോട്ടലിലോ ചായക്കടയിലോ കയറാൻ വയ്യ. എല്ലാ പത്രങ്ങളിലുമുണ്ട് എൻ്റെ പടം. ഹെൽമെറ്റ് തലയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ടെലിഫോൺ ബൂത്തിൽ കയറിയത്. സീമ നഖം കടിച്ച് ആലോചിച്ചു. വീണ്ടും വിൻസെൻറ്റിൻ്റെ സ്വരം. എനിക്ക് പണം വേണം, ഒരു സെൽഫോൺ വേണം, 2 ജോഡി ഡ്രസ്സ് കൂടി വേണം, ഒരു കറുത്ത കണ്ണടയും. സീമ എന്താ ഒന്നും മിണ്ടാത്തത്? രാത്രി എൻ്റെ വീട്ടിലേക്ക് വരാമോ? അതൊരു DYSPയുടെ വീടല്ലേ? ആ ധൈര്യത്തിലാണ് വിളിക്കുന്നത്. മറ്റേ തലയ്ക്കൽ മറുപടിയില്ല. പേനയെടുത്ത് ന്യൂസ് പാഡിൽ കുത്തി വരച്ചു കൊണ്ടിരുന്നു സീമ. അപ്പോൾ ബൈക്ക്? റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് വരാമല്ലോ. അതല്ല, കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത വീടിൻ്റെ മതിലിന് മുന്നിൽ റോഡരികിൽ വെച്ചാലും മതി. വിൻസെൻ്റ് ആലോചിക്കാനെടുക്കുന്ന സമയം സീമ തൻ്റെ വാച്ചിൽ നോക്കി. ശരി, ഞാൻ വരാം. വീട് എവിടെയാണെന്ന് സീമ വളരെ വ്യക്തമായി വിവരിച്ചു കൊടുത്തു. ഓക്കെ, സീ യു സീമ. ലൈൻ മുറിഞ്ഞു. സീമ റിസീവർ വെച്ചു. അവളുടെ കൈ വിയർത്തിരുന്നു. നെറ്റിയിലും മൂക്കിന് കീഴിലും വിയർപ്പ് തുളിച്ചു നിന്നു. പെട്ടെന്നൊരു പനി പിടിപെട്ടതുപോലെ അവൾ ദുർബലയായി തീർന്നു. 8:30 മണിക്ക് സീമ ജോൺസിന് വീണ്ടും വിൻസെൻറ്റിൻ്റെ ഫോൺ കോൾ വന്നു. സീമ എപ്പോഴാണ് വീട്ടിൽ പോകുന്നതെന്ന് അറിയാൻ വിളിച്ചതാ. 10 മണിക്ക്. ഞാൻ ആ സമയത്ത് പത്രം ഓഫീസിൻ്റെ ഗേറ്റിൽ വന്നാലോ? സീമയെ ഫോളോ ചെയ്തു വന്നാൽ വീട് കണ്ടുപിടിക്കാൻ എളുപ്പമാകുമല്ലോ. എൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് വരാനോ? അല്ല, വീട് നോക്കി വെച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോയിക്കൊള്ളാം. എപ്പോഴാണ് സീമയുടെ വീട്ടിൽ എല്ലാവരും ഉറക്കം പിടിക്കുക? 11 മണിക്ക്. 11 മണി കഴിയും. 12-ന് വരാം. ഞാൻ സീമയുടെ റൂം എവിടെയാണെന്നൊക്കെ ഞാനെങ്ങനെ അറിയും? എൻ്റെ റൂമിൽ ലൈറ്റ് ഉണ്ടാവും. മറ്റേതെങ്കിലും റൂമിൽ കൂടി ആ സമയത്ത് ലൈറ്റ് ഉണ്ടായാലോ? അപ്സ്റ്റെയറിലാണ് എൻ്റെ റൂം. ഞാൻ ടെറസിൽ നിന്ന് സിഗ്നൽ തരാം. അതുപോരെ? മുകളിലെത്താൻ എന്താ വഴി? ഞാൻ താഴെ വന്നാൽ പോരെ? പോരാ, എനിക്ക് സംസാരിക്കാനുണ്ട്. സമയം വന്നു. സീമ നഖം കടിക്കാൻ തുടങ്ങി. തനിക്ക് സാഹസത്തിൻ്റെ ആവശ്യം എന്തെന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു പോയി. ഒരു കാര്യവുമില്ലാതെ വയ്യാവേലി വലിച്ച് തലയിൽ കയറ്റി വയ്ക്കുകയാണ്. വിൻസെൻ്റ് മുമ്പ് വിളിച്ചപ്പോൾ തന്നെ മനസ്സമാധാനമില്ല. അയാൾ ജയിലിൽ ചാടി വന്ന് തന്നെ കണ്ടതു മുതലുണ്ടായ ടെൻഷൻ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. പിടിക്കപ്പെട്ടാൽ? കണക്കുകൂട്ടലിൽ എന്തെങ്കിലും പിഴ പറ്റിയാൽ? വിൻസെൻറ്റിനെ സഹായിച്ചത് താനാണെന്ന് ലോകം അറിഞ്ഞാൽ? ഓർക്കാൻ വയ്യ. സീമേ, മരണക്കുടുക്കാണെൻ്റെ കഴുത്തിൽ. സീമയല്ലാതെ വേറെ ആരുമില്ല രക്ഷിക്കാൻ. വിൻസെൻറ്റിൻ്റെ അപേക്ഷ നിറഞ്ഞ സ്വരം ഫോണിലൂടെ കേട്ടു. 12-ന് വന്നാൽ മതി. ഞാൻ സിഗ്നൽ തരാം. ശരി. ഫോൺ ഡിസ്കണക്റ്റ് ആയി. 10 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ സീമ പത്രം ഓഫീസിൽ നിന്നിറങ്ങി. നെഞ്ചിലൊരു നീലജ്വാല നിന്ന് കത്തുന്നുണ്ടെന്ന് തോന്നി. 2 വീലറുകളുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കൈൻറ്റി ഹോണ്ട സ്റ്റാർട്ട് ചെയ്തിട്ട് അവൾ ഗേറ്റിലേക്ക് വന്നു. റോഡിൻ്റെ അരികു ചേർന്ന് ഹെൽമെറ്റ് ധരിച്ച ഒരാൾ ബൈക്കിലിരിക്കുന്നത് കണ്ടു. നെഞ്ചിലെ നീലജ്വാല ഒന്നാളിപ്പടർന്നു. സീമ കൈൻറ്റി ഹോണ്ട ഓടിച്ച് നീങ്ങി. വളവ് തിരിയുമ്പോൾ അവൾ പിറകിലേക്ക് പെട്ടെന്ന് കണ്ണോടിച്ചു. ബൈക്ക് തന്നെ പിന്തുടരുന്നുണ്ട്. അയ്യന്തോളിലേക്കുള്ള റോഡിലൂടെ 3 കിലോമീറ്റർ. റോഡിൻ്റെ വലതുഭാഗത്താണ് ഹൗസിംഗ് കോളനി. 6th റിംഗ് റോഡിലൂടെ 1/2 കിലോമീറ്റർ. ഗേറ്റിന് മുമ്പിൽ വണ്ടി നിർത്തിയിട്ട് സീമ തിരിഞ്ഞു നോക്കി. ബൈക്ക് പിറകിലുണ്ട്. കൈൻറ്റിക്കിൽ നിന്ന് ഇറങ്ങി അവൾ ഗേറ്റിൻ്റെ ഒരു പാളി തുറന്നു. വണ്ടി തള്ളി അകത്ത് കയറ്റിയ ശേഷം ഗേറ്റ് അടച്ചു. സ്ലോ ചെയ്തു വന്ന ബൈക്ക് ഒരു നിമിഷമേ ഗേറ്റിന് മുന്നിൽ നിന്നു. ഹെൽമെറ്റ് ധരിച്ച തല വീടിന് നേർക്കും അവളുടെ നേർക്കും തിരിഞ്ഞു. അടുത്ത നിമിഷം ബൈക്ക് കടന്നുപോയി. കൈൻറ്റി ഹോണ്ട തള്ളിക്കൊണ്ടുപോയി പോർച്ചിൽ വെച്ചിട്ട് സീമ സിറ്റൗട്ടിലേക്ക് കയറി. വീണ്ടും മെയിൻ റോഡിലേക്ക് ബൈക്ക് ഓടിച്ചു പോയ വിൻസെൻ്റ് ടൗണിലെത്തി. 12 മണി വരെയുള്ള സമയം തള്ളി നീക്കണം. ഒരിടത്ത് വെറുതെ ബൈക്കുമായി നിൽക്കാൻ വയ്യ. ബീറ്റ് പോലീസുകാരന് സംശയം തോന്നിയാൽ സംഗതി ഒഴിയും. ഒരേ സ്ഥലത്ത് കൂട്ടി പലവട്ടം കറങ്ങിയാലും പോലീസുകാർക്ക് സംശയം തോന്നിയേക്കാം. അവൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബൈക്ക് സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ട് കുനിഞ്ഞിരുന്ന്
അതിൻ്റെ ടൂൾ ബോക്സ് തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്തു. ആരെങ്കിലും കണ്ടാൽ ബൈക്കിനെന്തോ കേടുണ്ട്, റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നേ തോന്നും. അരമണിക്കൂർ അങ്ങനെ പോയി. DYSP ജോഷി ജോൺസ് ഇതുവരെ വന്നിട്ടില്ല. കാത്തിരുന്നും അടുത്ത കുടുംബാംഗങ്ങൾ അത്താഴത്തിനിരുന്നു. സീമ കുളി കഴിഞ്ഞ് മാറിൽ മുടി വിതിർത്തിയിട്ട് ഊണുമുറിയിലേക്ക് വന്നു. നീ ഇരിക്കുന്നില്ലേ? അവളുടെ പപ്പ ജോൺ സാമുവൽ ചോദിച്ചു. എനിക്ക് വിശപ്പില്ല. ക്യാൻറ്റീനിൽ നിന്ന് 5:30 കാപ്പി കുടിച്ചു. പിന്നെ അത്താഴപ്പടന് കിടക്കാനോ? ക്ലാരമ്മ മകളെ ശാസിച്ചു. ഒന്നിനൊന്നും മെലിഞ്ഞു വരിക ഈ പെണ്ണ്. സ്വല്പം മെലിയുന്നത് നല്ലതാ മമ്മി, ജോഷിയുടെ ഭാര്യ ഷാനി പറഞ്ഞു. തടി ഇത്തിരി കൂടുതലായിരുന്നേ, ഇപ്പോഴാ ഒരുമാതിരി ലെവലായത്. എന്ന് വെച്ച് അത്താഴപ്പടന് കിടക്കാനൊന്നും ഞാനില്ല കേട്ടോ. എൻ്റെ വീത ഫുഡ് ഞാൻ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവാം. സീമ ഒരു പ്ലേറ്റിൽ കുറേ ചപ്പാത്തികൾ എടുത്തിട്ടു. റൂമിൽ കൊണ്ടുപോയി കഴിക്കാനോ? അതെപ്പോഴാ? പാതിരാത്രി കഴിഞ്ഞോ? ജോൺ സാമുവൽ ആശ്ചര്യപ്പെട്ടു. രാത്രിയിൽ എനിക്ക് കുറേ വർക്കുണ്ട് പപ്പ. കമ്പ്യൂട്ടറിൽ കുറച്ച് പേജ് ചെയ്യണം. നാളെ കൊടുക്കേണ്ട മാത്രമാ. ഇന്ന് കിടക്കുമ്പോൾ കുറേ വൈകും. അപ്പോഴേക്കും എനിക്ക് നല്ലപോലെ വിശക്കുകയും ചെയ്യും. വിശക്കുമ്പോൾ നിനക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നെടുത്ത് കഴിച്ചാൽ പോരെ? ക്ലാരമ്മ ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് താഴെ ഇറങ്ങി വന്നിരുന്ന് കഴിക്കണ്ടേ? ഒരുമാതിരി കട്ട് തിന്നുന്ന പോലെ. ചപ്പാത്തിയോടൊപ്പം ഉപദംശങ്ങളും വിളമ്പി ഒരു പാത്രം കൊണ്ട് മൂടി അവൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. ഈ പത്രത്തിലെ ജോലി കിട്ടിയ പിന്നെ ഇവൾ ഇത്രയും ക്ഷീണിച്ചു പോയേ. അതെങ്ങനാ? നേരാമണ്ണം ഭക്ഷണമുണ്ടോ ഉറക്കമുണ്ടോ? ക്ലാരമ്മ ആരോടൊന്നില്ലാതെ പരാതിപ്പെട്ടു. എന്നാലും ബെഡ്റൂമിൽ കൊണ്ടുപോയി വെച്ച് കഴിക്കുന്നത് ഞാനിത് ആദ്യമായിട്ട് കാണുക, ഷാനി പറഞ്ഞു. ഓരോരോ പുതുമകളെ. ഇന്ന് രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ചിരുന്ന് ജോലി ചെയ്യാനായിരിക്കും പ്ലാൻ, ജോൺ സാമുവൽ പറഞ്ഞു. DYSP ജോഷി ജോൺസ് വീട്ടിലെത്തിയപ്പോൾ 11 മണി കഴിഞ്ഞു. ജോൺ സാമുവലും ക്ലാരമ്മയും കിടന്നു കഴിഞ്ഞിരുന്നു. കുളിച്ചു വന്ന് ഭക്ഷണത്തിനിരുന്ന ഭർത്താവിനോട് ഷാനി പരിഭവം പറഞ്ഞു. വന്ന് ഇപ്പോൾ പാതിരായ്ക്കും വീട്ടിലെത്താൻ പറ്റാതായി ഇല്ലേ? ആ, ഓരോരോ നൂലാമാലകൾ. അവളെന്തിയാ? സീമ കിടന്നോ? കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ കാണും. രാത്രിയിൽ ഉറക്കം ഒളച്ച് പേജ് ചെയ്യാനുണ്ടെന്നോ എന്തോ പറയണം കേട്ടു. അത്താഴമൊക്കെ പാഴ്സലായിട്ട് കൊണ്ടുപോയിരിക്കുക റൂമിലിരുന്ന് കഴിക്കാൻ. ഓഹോ, അത് ശരി. ചേട്ടൻ്റെ അല്ലേ അനുജത്തി? ജോലി തലേ കയറിയാൽ പിന്നെ വട്ട് പിടിച്ച പോലെയാണല്ലോ. നിനക്കെന്നെ വട്ടൻ എന്ന് വിളിച്ചാൽ വല്ല സുഖവും കിട്ടുമെങ്കിൽ നേരെ അങ്ങ് വിളിച്ചാൽ പോരെ. ഇത്രയും വളച്ച് കെട്ടണോ? ഓ, അല്ലാതെ തന്നെ ആവശ്യത്തിനും മിച്ചവും സുഖം എനിക്ക് കോരിയിട്ട് തരുന്നുണ്ടല്ലോ. ഭർത്താവിൻ്റെ നേർക്ക് ഷാനി ഒരു കൂർത്ത നോട്ടം നോക്കി. ഭക്ഷണം കഴിച്ച ശേഷം ജോഷി അപ്സ്റ്റെയറിലുള്ള തൻ്റെ ഓഫീസ് റൂമിലേക്ക് പോയി. ജോഷി സീമയുടെ റൂമിൻ്റെ വാതിൽക്കൽ വന്ന് നോക്കിയപ്പോൾ അവൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി അയാൾ ഓഫീസ് റൂമിലേക്ക് കയറി. സീമ വാച്ചിൽ നോക്കി. മണി 11:30 കഴിഞ്ഞിരിക്കുന്നു. ഇച്ചായൻ എന്താണ് പതിവില്ലാത്ത പാതിരാ നേരത്ത് ഓഫീസ് റൂമിൽ വന്നിരിക്കുന്നതെന്ന് അവൾ ആശ്ചര്യപ്പെട്ടു. രാത്രി വൈകി വീട്ടിലെത്തിയാൽ കുളിച്ച് ആഹാരം കഴിച്ച് കിടക്കുകയാണ് പതിവ്. ഒരു പേടി അവളെ ഗ്രസിച്ചു. 12-ന് വിൻസെൻ്റ് വരും. അപ്പോഴും ഇച്ചായൻ മുകളിലത്തെ മുറിയിലുണ്ടെങ്കിൽ? കുളിര് കോരിയതുപോലെ അവളുടെ ഉടലൊന്ന് വിറച്ചു. അല്ലെങ്കിൽ തന്നെ തീക്കുണ്ട മെരിയുന്നുണ്ട് നെഞ്ചിൽ. ഇച്ചായൻ DYSP ആണല്ലോ എന്ന ധൈര്യത്തിലാണ് ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇച്ചായൻ എങ്ങനെയെങ്കിലും അത് ഒതുക്കി തീർത്തുകൊള്ളൂ എന്ന വിശ്വാസം. 11:45 വരെ സീമ കാത്തു. ഇല്ല, ഇച്ചായൻ്റെ ഓഫീസ് റൂമിലെ ലൈറ്റ് അണഞ്ഞിട്ടില്ല. അവളുടെ ദേഹം തളർന്നു. നിമിഷങ്ങൾക്ക് പെട്ടെന്ന് കനം കൂടി. ടൈം പീസിലെ സെക്കൻഡ് സൂചി പറക്കുകയാണ്. മുറിയിലൊരു ഡൈനാമിറ്റ് ചാർജ് ചെയ്ത് വെച്ചതുപോലെ അവളിരുന്ന് വിയർക്കാനും തുടങ്ങി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വാതിലിനരികെ കാലച്ച കേട്ട് അവൾക്ക് ഉൾക്കിടിലം അനുഭവപ്പെട്ടു. നിനക്കൊന്നും ഉറക്കമൊന്നുമില്ലേ? സീമ കമ്പ്യൂട്ടർ ചെയറിലിരുന്ന് നേരെ വട്ടം തിരിഞ്ഞു. കുറച്ച് ജോലി തീരാനുണ്ട് ഇച്ചായ. അവൾ എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് ചെന്നു. എന്താ ഇത്ര തിരക്ക് പിടിച്ച ജോലി? ഒരാർട്ടിക്കിൾ നാളെ കൊടുക്കേണ്ടതാ. ഇച്ചായൻ എന്താ കിടക്കാത്തെ? SP കിടത്തി പൊറപ്പിക്കണ്ടേ? ജയിലിയാടി ഒരുത്തനുണ്ടല്ലോ, വിൻസെൻ്റ്. പോലീസ് അവനെ തപ്പി നാടൊട്ടുക്ക് നെട്ടോട്ടം ഓടുക. അവനാണെങ്കിൽ അരൂപിയെപ്പോലെ പറന്നു നടക്കുന്നു. ഇന്ന് DGP SP വിളിച്ച് വിരട്ടിയെന്നറിഞ്ഞു. 24 മണിക്കൂറിനകം അവനെ കണ്ടുപിടിക്കണമെന്ന്. ഇവിടുത്തെ ജയിലിൽ നിന്നല്ലേ അവൻ ചാടിപ്പോയത്? ആശുപത്രിയിൽ നിന്നല്ലേ? ആ, രണ്ടും ഒരുപോലെ തന്നെ. ജോഷി ചായൻ ഇതിലെന്ത് ചെയ്യാൻ പറ്റും? കഴിവറുടെ മോനെ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടണം. പിന്നെ അവനെ തൂക്കിക്കൊല്ലാൻ ആരാച്ചാരെ അന്വേഷിക്കേണ്ടി വരില്ല. അത്രയ്ക്കുണ്ട് അവനുണ്ടാക്കുന്ന ടെൻഷൻ. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അവൻ പോലീസുകാരിയിട്ട് കുരങ്ങ് കളിപ്പിച്ച കഥയൊക്കെ. നീയൊക്കെയല്ലേ പടച്ചു വിടുന്നത്? ഇച്ചായ മനസമാധാനമായിട്ട് പോയി കിടക്ക്. നാടൊട്ടുക്ക് ഇച്ചായൻ്റെ പോലീസ് വല വിരിച്ചിട്ടില്ലേ? ഏതെങ്കിലും വലയിൽ അയാൾ വന്ന് കുടുങ്ങിക്കോളും. ആ, നോക്കാം. നീ എന്താ ഭക്ഷണമൊക്കെ ഇപ്പോൾ റൂമിൽ കൊണ്ടുവച്ചാണോ കഴിക്കുന്നേ? കുറച്ച് കഴിയുമ്പോൾ വിശക്കാൻ തുടങ്ങും, അതുകൊണ്ടാ. അത് പറയുമ്പോൾ സീമയുടെ മുഖം വിളറിയിരുന്നു. സ്വരം പതറുകയും ചെയ്തു. ഓരോ ശീലങ്ങളുണ്ടാക്കി വെക്കുക അല്ലേ? ഇന്ന് ഉറക്കളക്കേണ്ടത് കൊണ്ടാ. നീ എന്താ ഒരുമാതിരി വല്ലാതിരിക്കുന്നേ? ജലദോഷം ഉണ്ടോ നിനക്ക്? ഇല്ല, ഒച്ച അടഞ്ഞതുപോലെ.
കസേരയിലിരുന്ന് ഒന്ന് മയങ്ങി അതിൻ്റെ ആയിരിക്കും. ശരി, കുറച്ചുകൂടെ കഴിഞ്ഞ് കിടന്നുറങ്ങിയേക്കണം. അങ്ങനെ ഉറക്കം വിളച്ചൊന്നും നീ പത്രക്കാരെ വളർത്തണ്ട. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജോഷി സ്റ്റെയർ കേസ് ഇറങ്ങുന്ന ശബ്ദം കേട്ടപ്പോഴേ അവൾക്ക് ശ്വാസം നേരെ വീണുള്ളൂ. അവൾ ദീർഘനിശ്വാസത്തോടെ വാച്ചിൽ നോക്കി. 12:07. സീമ പിൻഭാഗത്തെ ടെറസിലേക്കുള്ള വാതിൽ തുറന്നു. മുകൾ നിലയിൽ 2 മുറികളും സിറ്റൗട്ടുമാണുള്ളത്. 2 മുറികളുടെയും വാർക്കയ്ക്ക് മീതെ 7 അടി പൊക്കത്തിൽ ഇരുമ്പ് പൈപ്പുകളും മറ്റും ഉപയോഗിച്ച് ഒരു മേൽക്കൂരയുണ്ടാക്കി അലുമിനിയം ഷീറ്റ് പാകിയിട്ടുണ്ട്. വേനൽക്കാലത്ത് മുകൾ നിലയിലെ മുറികളിൽ അനുഭവപ്പെടാറുള്ള കടുത്ത ചൂടിനെ ചെറുക്കാനാണ് ആ മേൽക്കൂര. വെയിലേറ്റ് കോൺക്രീറ്റ് വാർക്ക ചൂട് പിടിക്കുന്നതിനെ അടുത്ത് തടയുന്നു. സീമയുടെ റൂമിന് നേരെ മുകളിലാണ് വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരുമ്പോൾ മുകളിലേക്ക് കയറാനായി ഒരു അലുമിനിയം കോവണി ടെറസിൽ വെച്ചിട്ടുണ്ട്. സീമ അത് എടുത്തുകൊണ്ട് വന്ന് അടുക്കളയും സ്റ്റോറും സ്ഥിതി ചെയ്യുന്നിടത്തെ വാർക്കയ്ക്ക് മുകളിൽ വെച്ചു. പിന്നെ അവൾ അപ്സ്റ്റെയറിലേക്ക് മുറികളുടെ മുന്നിലെ സിറ്റൗട്ടിലേക്കുള്ള വാതിൽ തുറന്നു. ഒരു പെൻടോർച്ച് എടുത്തുകൊണ്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. മണി 12. ഒരു ബൈക്കിൻ്റെ വെളിച്ചം 6th റിംഗ് റോഡിൽ അങ്ങേയറ്റത്ത് കണ്ടു. നെഞ്ചിലൊരു മിന്നൽ പാളിയതുപോലെ തോന്നി. വെളിച്ചം വേഗത കുറഞ്ഞ് ഗേറ്റിന് മുമ്പിലൂടെ കടന്നുപോയി. ഏതാനും വീടുകൾക്കപ്പുറത്ത് വെളിച്ചം അണഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ഇരുണ്ട വേഷം ധരിച്ച ഒരാൾ രൂപം ഗേറ്റിന് മുന്നിലേക്ക് നടന്നു വരുന്നത് കണ്ടു. സീമയുടെ നെഞ്ചിടിപ്പിന് വേഗത ഏറി. അവൾ ടെറസിൽ നിന്ന് പെൻടോർച്ച് തെളിച്ച് സിഗ്നൽ നൽകി. ശബ്ദം കേൾപ്പിക്കാതെ വിക്കറ്റ് ഗേറ്റ് തുറന്ന് വിൻസെൻ്റ് അകത്ത് കയറി. അയാൾ 4 പാടും നോക്കുന്നുണ്ടായിരുന്നു. സീമ വീടിന് പിറകിലേക്ക് വരാൻ ലൈറ്റ് തെളിച്ച് ആംഗ്യം കാട്ടി. പിന്നെ അവൾ പിൻഭാഗത്തെ ടെറസിലേക്ക് നീങ്ങി. വിൻസെൻ്റ് കാലച്ച പോലും കേൾപ്പിക്കാതെ വീടിൻ്റെ പിൻഭാഗത്തെത്തി. കിച്ചൻ്റെ പുറകിൽ നിന്നുകൊള്ളാൻ സീമ ആംഗ്യം കാട്ടി. പെൻടോർച്ച് നിലത്ത് വെച്ചിട്ട് അവൾ ഗോവണി എടുത്ത് ഒരറ്റം താഴേക്ക് പതുക്കെ തൂക്കി ഇറക്കി. ഗോവണിയുടെ കനം കൊണ്ട് വേച്ച് വീഴാതെയും ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഗോവണി ടെറസിൻ്റെ പാരപ്പറ്റിലുരഞ്ഞ് നേരിയ ശബ്ദമുണ്ടായി. കൈ എത്തുന്നിടത്തോളം ഉയരമായപ്പോൾ വിൻസെൻ്റ് ഗോവണിയുടെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വെക്കാൻ സഹായിച്ചു. ആ അറ്റം നിലത്തുറപ്പിച്ച ശേഷം വിൻസെൻ്റ് സൂക്ഷ്മതയോടെ ഗോവണി കയറി മുകളിലെത്തി. ഓടിത്തളർന്ന നായയെപ്പോലെ സീമ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വാ. അവൾ വിൻസെൻറ്റിൻ്റെ കൈ പിടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ മുറിയിൽ കടന്ന് വാതിലടച്ചു. വാതിലിൽ ചാരി കിതച്ചുകൊണ്ട് സീമ ഏതാനും നിമിഷം നിന്നു. അവൾ വിയർപ്പിൽ കുളിച്ചിരുന്നു. താനിപ്പോൾ കുഴഞ്ഞു വീണേക്കുമെന്ന് അവൾക്ക് തോന്നി. കുടിക്കാൻ വെള്ളം വേണമെന്ന് വിൻസെൻ്റ് ആംഗ്യം കാട്ടി. സീമ വെള്ളം നിറച്ച് വെച്ച ജഗ് എടുത്തു കൊടുത്തു. അതിൽ നിന്ന് പാതിയോളം അവൻ ഒറ്റ വീർപ്പിന് കുടിച്ചു തീർത്തു. സീമ കമ്പ്യൂട്ടറിലെ ഓഡിയോ ഡ്രൈവിൽ ഒരു ഓഡിയോ CD ഇട്ട് അല്പം വോളിയം കൂട്ടി വെച്ചു. വിൻസെൻ്റ് കസേരയിലിരുന്നു. അവൻ്റെ മുഖത്ത് ശ്മശ്രുക്കൾ വളർന്നിരുന്നു. തലയിൽ നീളം കുറഞ്ഞ കുറ്റി തലമുടി. അവനാകെ അവശനാണെന്ന് സീമയ്ക്ക് തോന്നി. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിമിഷങ്ങളോളം അവൾ നിന്നു. പത്രത്തിലെല്ലാം ന്യൂസ് ഉണ്ടായിരുന്നു. എല്ലാം വിൻസെൻറ്റിൻ്റെ പരാക്രമങ്ങൾ. പോലീസിനെ കബളിപ്പിച്ചെന്നും ഔസേപ്പച്ചനെ കൊല്ലാൻ ശ്രമിച്ചെന്നും അയാളുടെ ഭാര്യയെ റേപ്പ് ചെയ്യാൻ. പറയാം സീമേ, എല്ലാം ഞാൻ പറയാം. വിശക്കുന്നില്ലേ? വല്ലതും കഴിച്ചിട്ട് മതി. അവൾ മേശമേൽ മൂടി വെച്ചിരുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് അയാൾക്ക് കൊടുത്തു. ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും ചിക്കൻ ഫ്രൈയും. ദിവസങ്ങളോളം പട്ടിണി കിടന്നവൻ്റെ ആർത്തി അവൻ്റെ കണ്ണുകളിൽ തിളങ്ങി. കൈ കഴുകണ്ടേ? സീമ ചോദിച്ചു. അവൻ അത് ഗൗനിക്കാതെ ചപ്പാത്തി മുറിച്ച് തീറ്റി തുടങ്ങി. സീമ അനുകമ്പയോടെ അവനെ നോക്കിക്കൊണ്ട് കട്ടിലിലിരുന്നു. പ്ലേറ്റിലുള്ളതിൽ പാതി തിന്നപ്പോഴേക്കും ആക്രാന്തം അല്പം ശമിച്ചു. അവൻ സീമയെ നോക്കി. എന്നിട്ട് മുന്നോട്ട് അല്പം ആഞ്ഞിരുന്നു. അവനാ കൊന്നത് ഔസേപ്പച്ചൻ. ഔസേപ്പച്ചനോ? വിൻസെൻറ്റിൻ്റെ ക്ലോസ് ഫ്രണ്ടല്ലേ അത്? സീമ ആശ്ചര്യത്തോടെ ചോദിച്ചു. അയാളല്ലേ വിൻസെൻറ്റിൻ്റെ കേസ് നടത്തിയത്? അയാളല്ലേ വിൻസെൻറ്റിൻ്റെ കുടുംബത്തെ സഹായിച്ചതും വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തതും? അതിൻ്റെ പിറകിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടായിരുന്നു. കഴിച്ചോളൂ, കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. എൻ്റെ അത്താഴമാണത്. കൃതജ്ഞതയോടെ അവൻ അവളെ നോക്കി. താങ്ക്സ്. ഇപ്പോഴിതെനിക്ക് അമൃത് പോലെയാ. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് 2 ദിവസമായി. എൻ്റെ ജീവൻ തന്നാൽ പോലും സീമ ചെയ്തു തന്ന സഹായത്തിന് പകരമാവില്ല. വിശപ്പാർന്നതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്ന വേഗത കുറഞ്ഞു വന്നു. അതിനിടയിൽ വിൻസെൻ്റ് താൻ നാട്ടിൽ എത്തിയത് മുതൽക്കുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഒന്നും വിട്ടുകളയാതെ വിശദമായി തന്നെ അവൻ എല്ലാം പറഞ്ഞു തീർത്തു. പ്ലേറ്റിൽ ഒരു ചപ്പാത്തി കൂടിയേ ശേഷിച്ചിരുന്നുള്ളൂ. എല്ലാം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് സീമ. ഔസേപ്പച്ചനാണെങ്കിൽ അയാൾ എന്തിനത് ചെയ്തു? ഒരു റീസൺ വേണ്ടേ? എന്നോടുള്ള പക തീർക്കാൻ. ഞാൻ പണ്ട് മുതൽക്കേ കന്നാലി കച്ചവടക്കാരൻ്റെ മകനെന്ന് വിളിച്ച് അവനെ കളിയാക്കാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പെങ്ങളെ ചോദിച്ചിട്ട് ഞാൻ അവന് കൊടുത്തില്ല. ഞാൻ അറിയാത്ത എന്തെങ്കിലും കാരണങ്ങളും അവനുണ്ടായിരിക്കും.
പക്ഷേ ഔസേപ്പച്ചനാണെന്ന് എങ്ങനെ തെളിയിക്കും? തെളിയിക്കണം. എനിക്ക് ജീവിക്കണ്ടേ സീമേ? ഞാൻ നിരപരാധിയാണെന്നോ അവനാണ് കൊലയാളി എന്ന് ലോകം അറിയണ്ടേ? ആവേശം മൂലം അവൻ്റെ സ്വരം അല്പം ഉയർന്നുപോയി. ഇഷ്, പതുക്കെ. വിൻസെൻ്റ് ശേഷിച്ച ചപ്പാത്തി കൂടി തിന്നു. ടോയ്ലറ്റിലുണ്ട് വാഷ് ബേസിൻ, സീമ പറഞ്ഞു. അവൻ ബാത്റൂമിൽ കയറി. കയ്യും മുഖവും കഴുകി തിരിച്ചു വന്നു കസാരയിലിരുന്നു. വിൻസെൻറ്റിന് ഇനി എന്ത് ചെയ്യാനൊക്കും? സീമ ചോദിച്ചു. എനിക്കും അറിയില്ല സീമേ. എനിക്ക് വേണമെങ്കിൽ ഓർക്കാപ്പുറത്ത് ചാടി വീണ് അവൻ്റെ കഥ കഴിക്കാം. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? ഞാൻ രക്ഷപ്പെടില്ലല്ലോ. അവനെ ചോദ്യം ചെയ്ത് തെളിവുണ്ടാക്കാൻ നിവൃത്തിയില്ല. അവൻ്റെ രക്ഷയ്ക്ക് പോലീസുണ്ട്, 8 10 അംഗരക്ഷകരുണ്ട്. അവനെ എനിക്ക് തനിച്ച് കിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് സീമയ്ക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യും? അവൻ്റെ തൊണ്ടയിടറി. അവൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു. എന്നെ കൊലയാളിയാക്കി തൂക്കുമരത്തിൻ്റെ ചുവട്ടിലെത്തിച്ചു. അവൻ കാരണം എൻ്റെ പെങ്ങള് മരിച്ചു. എൻ്റെ അമ്മ രോഗിയായി. എൻ്റെ അച്ഛൻ നാട് വിട്ടുപോയി. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് നഷ്ടപ്പെട്ടു. എല്ലാം പോയി സീമേ. നിനക്കറിയില്ല ഞാൻ അനുഭവിക്കുന്ന വിഷമം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പെട്ടെന്ന് അവൻ കാൽമുട്ടുകളിലേക്ക് കുനിഞ്ഞ് മുഖം പൊത്തി. ഏങ്ങലിൽ അവൻ്റെ ഉടൽ ഉലയുന്നത് അവൾക്ക് കാണാമായിരുന്നു. സങ്കടം കൊണ്ട് സീമയുടെ കണ്ണ് നിറഞ്ഞു. വിൻസെൻ്റ്. നോവൽ തുടരും.